ഇന്ന് ഞാൻ കുമ്പളങ്ങ കൊണ്ട് എളുപ്പത്തിൽ ഒരു കറി എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് കാണിക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാനിവിടെ ഒരു ചെറിയൊരു കഷ്ണം കുമ്പളങ്ങ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നാക്കിയെടുക്കാം. കറി എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. തേങ്ങയൊന്നും അരയ്ക്കണ്ട. ഇപ്പോൾ നമ്മുടെ കുമ്പളങ്ങ എല്ലാം കട്ട് ചെയ്ത് ഇതുപോലെ സ്ക്വയർ പീസാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി വേണ്ടത് പരിപ്പാണ്, തുവരപ്പരിപ്പ്. ഇതൊരു 1/2 കപ്പ് തുവരപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. പരിപ്പ് കുറച്ചു നേരം വെള്ളത്തിൽ ഒന്ന് കുതിർത്തിയതാണിത്. പരിപ്പ് ചേർക്കുന്നത് നമ്മുടെ കറിക്ക് ഒരു കൊഴുപ്പിന് വേണ്ടിയിട്ട്, തേങ്ങ അരക്കുന്നില്ലല്ലോ, അപ്പോൾ ഒരു കൊഴുപ്പിന് വേണ്ടിയിട്ടാണ് പരിപ്പ് ചേർക്കുന്നത്. പരിപ്പ് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. 1 കപ്പോളം ചേർക്കാം, കുഴപ്പമില്ല. ഇപ്പോൾ പരിപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി വേണ്ടത് തക്കാളിയാണ്. ഞാനിവിടെ 2 തക്കാളി എടുത്തിട്ടുണ്ട്. 2 ചെറിയ തക്കാളി. നന്നായിട്ട് പഴുത്ത തക്കാളിയാണെങ്കിൽ കുറച്ചുകൂടി നല്ലത്. അധികം പുളിയില്ലാത്ത തക്കാളിയാണിത്, അതുകൊണ്ടാണ് ഞാൻ 2 എണ്ണം എടുത്തത്. ഒരുപാട് പുളിയുള്ള തക്കാളിയൊക്കെ ആണെങ്കിൽ 1 എണ്ണം മതിയാകും. നമ്മുടെ കറിയിലൊരു ചെറിയൊരു പുളിരസമൊക്കെ ഉണ്ടെങ്കിലല്ലേ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കുമ്പം അതിനൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഈ തക്കാളി ചേർക്കുന്നത്. തക്കാളി ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇപ്പോൾ തക്കാളി ചേർത്തിട്ടുണ്ട്. ഇനി വേണ്ടത് പച്ചമുളകാണ്. ഞാനിവിടെ 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. എരിവ് കുറവ് മതിയെങ്കിൽ ഇപ്പോൾ 2 എണ്ണം ചേർത്താൽ മതിയാവും. പച്ചമുളക് ചേർത്തു. ഇനി വേണ്ടത് കുറച്ച് ഉള്ളിയാണ്. ഇതുപോലെ ഒരു കയ്യിൽ നിറയെ ഉള്ളി. ചുവന്നുള്ളി ചേർക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ എളുപ്പത്തിൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു സവാളയുടെ പകുതിയോ, ഒരു വലിയ സവാളയാണെങ്കിൽ ഒരു സവാളയുടെ പകുതിയാണെങ്കിലും ചേർക്കാം. അപ്പോൾ ഞാനിവിടെ ചുവന്നുള്ളിയാണ് എടുത്തിരിക്കുന്നത്. അതൊന്ന് 2ആക്കി ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. നീളത്തിലൊന്ന് കട്ട് ചെയ്ത്. ചുവന്നുള്ളി ആണെങ്കിൽ നമ്മുടെ കറിക്ക് ഒന്നും കൂടി ഒരു നല്ലൊരു ടേസ്റ്റ് കൂടും. ഇപ്പോൾ ഞാൻ ഉള്ളിയെല്ലാം അരിഞ്ഞിട്ടിട്ടുണ്ട്. നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ ഇവിടെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, ഒരു നുള്ള് നല്ല ജീരകം പൊടിച്ചത്. ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർ ജീരകം ചേർക്കണമെന്നില്ല. നല്ല ജീരകം, ക്യുമിൻ സീഡ്സിൻ്റെ പൊടിയാണ് ചേർത്തത്. ഇനി നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് ഇനി ഇതിൻ്റെ മീതെ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് വെള്ളം ഇത് ഇത്രയും സാധനങ്ങൾ ഇതിൻ്റെ മീതെ വരത്തക്ക രീതിയിൽ വെള്ളം ഒഴിച്ചാൽ മതി. ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കണ്ട. ഈ ഒരു പാകത്തിന് വെള്ളം ഒഴിച്ചാൽ മതി. നമുക്ക് കുക്കർ അടച്ചു വെച്ച് ഒരു വിസിലിനൊന്ന് വേവിച്ചെടുക്കാം. നമുക്ക് കുക്കർ അടച്ച് ഒറ്റ വിസിലിൽ ഇതൊന്ന് വേവിച്ചെടുക്കണം. പരിപ്പ് ഞാൻ ആദ്യം തന്നെ ഒരു 1/4 മണിക്കൂറോളം കുതിർത്തി ഇട്ടത് കൊണ്ടിട്ടാണ് ഞാൻ പരിപ്പ് ഇതിൻ്റെ കൂടെ എല്ലാം ഒരുമിച്ച് ചേർത്തത്. നിങ്ങൾ പരിപ്പ് കുതിർത്തിയിടാൻ മറന്നുപോയി എങ്കിൽ ആദ്യം തന്നെ പരിപ്പ് വേവിച്ചെടുക്കുക. അതിനുശേഷം മാത്രം കഷ്ണങ്ങൾ വേവിച്ചെടുക്കുക. അല്ലെങ്കിൽ പെട്ടെന്ന് വേവാനാണെങ്കിൽ പരിപ്പ് കുറച്ച് ചൂടുവെള്ളത്തിൽ ഇട്ടതിന് ശേഷം കറിയിലേക്ക് ചേർത്താലും മതിയാവും. അപ്പോൾ ഇതൊന്ന് ഒറ്റ വിസിലിൽ അതൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ കുക്കർ ഒരു വിസിൽ കേട്ട് വിസിലെല്ലാം പോയിട്ടുണ്ട്. തുറന്നു നോക്കാം. നമ്മുടെ കുമ്പളങ്ങയും പരിപ്പും എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്.
ഈ ഒരു പരുവത്തിൽ മതി. ഇത്രയും വെള്ളം എല്ലാം കറക്റ്റാണ്. നമുക്ക് കറി താളിച്ചൊഴിക്കാം. കടുക് താളിക്കാം. അതിനായിട്ടൊരു പാൻ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുകെല്ലാം പൊട്ടിയതിന് ശേഷം മാത്രം വറ്റൽമുളകും കറിവേപ്പില ഇട്ട് തീ ഓഫ് ചെയ്യാം. ഇനി നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന കുമ്പളങ്ങ തക്കാളി പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട്. ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ചോറിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കറിയാണ്. അപ്പോൾ വീണ്ടും പുതിയ റെസിപ്പി ആയിട്ട് കണ്ടുമുട്ടാം. താങ്ക് യു.